വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവും ശാലിനിയും കൂടി സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സഹദേവൻ ജീപ്പിലേക്ക് കയറാനായിട്ട് വരികയാണ്. അങ്ങോട്ട് മാറി നിൽക്കട, എന്ത് കാണുമെന്ന് നിൽക്കുക, മിനിസ്റ്റർ ഇപ്പോൾ സ്റ്റേഷനിൽ അവിടെ അതിർത്തിയിൽ എത്തിക്കാണെന്നും പറഞ്ഞ് സഹദേവൻ ജീപ്പിലോട്ട് കയറുകയാണ്. നേരം വിഷ്ണു ആണെങ്കിൽ ദേഷ്യത്തോടെ സഹദേവൻ്റെ അടുത്തേക്ക് അടുക്കുമ്പോൾ വേണ്ട വിഷ്ണു ഇട്ടാന്നും പറഞ്ഞ് ശാലിനി വിഷ്ണുവിനെ പിടിച്ചു മാറ്റുകയാണ്. തുടർന്ന് സഹദേവൻ അങ്ങ് പൊടാന്നൊക്കെ വണ്ടിയിലിരുന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ശാലിനിയോട് പറയുകയാണ്, ഇതിപ്പോൾ ഞാൻ ഒരു പുതിയ വിഷ്ണുവാണ്, താനുണ്ട്, ഒരു കുഞ്ഞുണ്ട്, നിങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, ഇതെല്ലാം എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ ശേഷം വീണ്ടും ശാലിനിയുടെ കൈപിടിച്ച് വിഷ്ണു പറയുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യാത്ത പാവം ശാരദാമ്മ ലോക്കപ്പിൽ ഇട്ടേക്കുന്നത് അതേ പോലീസുകാർ, ഈ പോലീസുകാർ തന്നെ മിനിസ്റ്റർ വരുമ്പോൾ പഞ്ചപുച്ഛം അടക്കി നിൽക്കാനായിട്ട് അതേ പോകുന്നു. ഈ സിസ്റ്റമൊക്കെ മാറണം, പണവും പദവിയും ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ഇവിടെ വിലയുള്ളൂ. സത്യഭാമയുടെ മകനായിട്ട് മേൽവിലാസത്തിൽ നടക്കുമ്പോൾ ഞാനിതൊന്നും തിരിച്ചറിഞ്ഞില്ല, ഇതൊക്കെ മാറണം, എൻ്റെ ദേഹത്ത് കൈവച്ച ആ പട്ടി തന്നെ സല്യൂട്ട് ചെയ്യണം, അതിനായിട്ട് താൻ കളക്ടർ ആകണം എന്നിങ്ങനെ ശാലിനിയുടെ കൈപിടിച്ച് പറയുകയാണ്. നേരെ ശാലിനിക്ക് ഒരു ധൈര്യം വരികയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, നമുക്ക് വേണ്ടി, നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ കളക്ടർ ആകുമെന്ന് പറഞ്ഞ ശേഷം തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, മുമ്പ് നമ്മളൊരു നെയിം ബോർഡ് ഉണ്ടാക്കിയത് വിഷ്ണുവേട്ടന് ഓർമ്മയില്ലേ, ശാലിനി വിഷ്ണു IAS എന്ന്, അതും എടുത്തുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും, അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് വിഷ്ണുവേട്ടനുണ്ടല്ലോ, സത്യഭാമയുടെ ലേബൽ മകൻ എന്നുള്ള ഒരു ലേബൽ ഇല്ലാതെ തന്നെ പണവും പ്രശസ്തിയും ഒക്കെ നമ്മളെ തേടി വരും, എൻ്റെ വിഷ്ണുവേട്ടന് സാധിക്കും എന്നിങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അർജുൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. തുടർന്ന് ശാരദാമ്മയുടെ കാര്യം അന്വേഷിക്കുമ്പോൾ സ്റ്റേഷൻ ജാമ്യം തരില്ല എന്നാണ് അയാൾ പറയുന്നതെന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അയാൾ അങ്ങനെ തീരുമാനിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണമെന്നാണല്ലോ, നമുക്ക് അവിടെ നിന്ന് ജാമ്യം വാങ്ങിക്കാമെന്ന് അർജുൻ പറയുകയാണ്. അന്നേരം അത് കേൾക്കുമ്പോൾ ശാലിനിക്ക് ആകെ അങ്ങ് സങ്കടമാവുകയാണ്. തുടർന്ന് ശാരദാമ്മയെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അർജുൻ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ വിഷ്ണുവിനെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, വിഷ്ണു ഞാൻ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ എന്ന്. അന്നേരം വേണ്ടടോ, കുറേ കാലം വണ്ടിയിലൊക്കെ സഞ്ചരിച്ചതല്ലേ, ഇനി കുറച്ച് നടന്ന് പഠിക്കട്ടെ എന്ന് വിഷ്ണു സങ്കടത്തോടെ പറയുകയാണ്. തുടർന്ന് വിഷ്ണുവിൻ്റെ തോള് തട്ടി അർജുനെ ആശ്വസിപ്പിച്ചിട്ട് അർജുൻ അങ്ങ് ശാരദാമ്മയെ കാണാനായിട്ട് സ്റ്റേഷനിനകത്തേക്ക് പോവുകയാണ്. അതേസമയം ശാരദാമ്മ അർജുനെ കാണുമ്പോൾ ആകെ സങ്കടപ്പെട്ട കരച്ചിലാണ്. അന്നേരം ശാരദാമ്മ ഇത് ചെയ്തു എന്ന് ആരും വിശ്വസിക്കില്ല, ഞാനവിടെ ഇല്ലാതായിപ്പോൾ, ഇതൊക്കെ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ സ്വർണം കാണാതെ പോയാലോ അതിൽ പരാതി പറയേണ്ടത് സുസ്മിതയൊന്നും അല്ലല്ലോ, അവൾ ഇതിൽ ഒരു കക്ഷിയല്ല, ഞാൻ ഒരു പരാതിയായിട്ടല്ല ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ, എനിക്ക് പരാതിയൊന്നുമില്ല എന്ന്. പിന്നെ ആകെ പ്രശ്നമായത് തൊണ്ടി മുതൽ പോലീസ് ശാരദാമ്മയുടെ ബാഗിൽ നിന്നും കണ്ടെടുത്തതാണ്, അതിപ്പോൾ എന്തായാലും കോടതിയിൽ ഹാജരാക്കും, കോടതിയിൽ നിന്ന് വിട്ടുകിട്ടണം, നാളെ എന്തായാലും ജാമ്യം എടുക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ജാമ്യത്തിലായാലും ഞാൻ വരുന്നില്ല എന്നിങ്ങനെ ശാരദാമ്മ പറയുകയാണ്. അന്നേരം അതെന്താ ശാരദാമ്മ വരാത്തത് എന്ന് അർജുൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോപാലകൃഷ്ണനെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. കോടതിയിലേക്ക് വിചാരണയ്ക്ക് കൊണ്ടുപോയതാണ്, കേസ് മാറ്റിവെച്ചതിനാൽ വീണ്ടും സെല്ലിലേക്ക് കൊണ്ടുവരികയാണ്. അന്നേരം ഗോപാലേട്ടനോന്നും പറഞ്ഞ് അർജുൻ ഓടി ചെല്ലുകയാണ്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ ചതിച്ചതാണ്, ബാലചന്ദ്രൻ നടത്തിയ കേസെല്ലാം ഗോപാലേട്ടൻ്റെ പേരിലാക്കി എന്നൊക്കെ പറയുമ്പോൾ ആകെ സങ്കടപ്പെട്ടങ്ങ് ഗോപാലകൃഷ്ണൻ നിൽക്കുകയാണ്. അന്നേരം ഗോപാലേട്ടന് വേണ്ടി ആരാണ് കോടതിയിൽ അപ്പിയർ ആകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് സർക്കാർ വക്കീലാണ് ഒരു നാരായണക്കുറുപ്പെന്ന് പറയുന്നുണ്ട്. അന്നേരം നാളെ ഗോപാലേട്ടന് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് നാരായണക്കുറുപ്പല്ല, ഈ അഡ്വക്കേറ്റ് അർജുൻ ശങ്കറാണ് എന്നിങ്ങനെ അർജുൻ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് സന്തോഷമാവുകയാണ്. പക്ഷേ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, അതിന് മോന് തരാനായിട്ട് എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, പഴയ ഗോപാലകൃഷ്ണനല്ല ഈ നിൽക്കുന്നത്, പാപ്പരായിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശാരദാമ്മയുടെ കയ്യിൽ നിന്നും കണ്ടെടുത്ത സ്വർണ്ണാഭരണങ്ങളോ ഒന്നുമല്ല എൻ്റെ ആകെയുള്ള സമ്പാദ്യം, എൻ്റെ സമ്പാദ്യം എൻ്റെ ഭാര്യയും മകളുമാണ്, അതെനിക്ക് തിരിച്ചു കിട്ടാനായിട്ടുള്ള കാരണം ഗോപാലേട്ടൻ്റെ ഭാര്യയും മകളുമാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ്റെ കണ്ണൊക്കെ നിറയുകയാണ്. അപ്പോൾ ഫീസൊക്കെ എനിക്ക് നേരത്തെ അടച്ചതല്ലേ, ആ കട ഞാൻ അങ്ങോട്ട് എത്ര പണം തന്നാലാണ് വീട്ടുക എന്നൊക്കെ പറഞ്ഞ് ഗോപാലകൃഷ്ണൻ്റെ കൈ പിടിക്കുകയാണ്. അന്നേരം ചെയ്ത പാപങ്ങൾക്കുള്ള തിരിച്ചടിയായിരിക്കും ഞാൻ അനുഭവിക്കുന്നത് എന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷേ പുണ്യമൊന്നും കിട്ടിയില്ലെങ്കിലും ഈ ഒരു സാന്ത്വന വാക്ക് മതി എന്നിങ്ങനെ സങ്കടത്തോടെ ഗോപാലകൃഷ്ണൻ പറയുകയാണ്. അന്നേരം ഗോപാലേട്ടനെ ഞാൻ രക്ഷിച്ചിരിക്കും എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ്റെ കയ്യിലേക്ക് അർജുൻ പിടിച്ച് വാക്ക് നൽകുകയാണ്, നാളെ ഈ കേസിൽ നിന്ന് രക്ഷിക്കുമെന്നുള്ളത്. അത് കേൾക്കുമ്പോൾ ശാരദാമ്മയ്ക്കുമൊക്കെ സന്തോഷമാകുന്നുണ്ട്.
തുടർന്ന് ഗോപാലകൃഷ്ണനെ വേറൊരു സെല്ലിലേക്ക് അടയ്ക്കുകയാണ്. തുടർന്ന് നന്ദിയുണ്ട് മോനെ എന്നും പറഞ്ഞ് ശാരദാമ്മ അങ്ങ് തൊഴുത് നിറ കണ്ണുകളോടുകൂടി നിൽക്കുമ്പോൾ മക്കളോട് ആരെങ്കിലും നന്ദി പറയും ശാരദാമ്മ എന്ന് പറഞ്ഞിട്ട് ആ കൈ ഇങ്ങനെ മുറുകെ പിടിക്കുകയാണ്. എന്നിട്ട് വിഷമിക്കേണ്ട, ഞാനുണ്ട് കൂടെ എന്ന് ശാരദാമ്മയെ ആശ്വസിപ്പിച്ച് അർജുൻ സ്റ്റേഷനിൽ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. ഇതേസമയം വിഷ്ണുവും ശാലിനിയും കൂടി തിരിച്ച് കമലൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അന്നേരം ആശാനെ എന്തായി കാര്യങ്ങളെന്ന് കമലൻ ചോദിക്കുമ്പോൾ കുഞ്ഞ് ഉണർന്ന് കരയുകയാണ്. അന്നേരം കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞ് ശാലിനി അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് അവരും മറുത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. തുടർന്ന് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ശാലിനി അടുക്കളയിലേക്ക് വരുമ്പോൾ അമ്മയും വിജിലയും കൂടി സംസാരിക്കുകയാണ്. ഇതിങ്ങനെ തുടർന്ന് പോകാനാണോ പ്ലാൻ എന്നും പറഞ്ഞ് വിജില അങ്ങ് ചൂടാവുകയാണ്. അന്നേരം ഇതൊക്കെ ശാലിനി വാതുക്കൽ നിന്ന് കേൾക്കുകയാണ്. ഇതിപ്പോൾ ഇന്ന് വിരുന്നുകാരുണ്ടെന്നും പറഞ്ഞ് അയൽപ്പക്കത്തെ വീട്ടിലെ മോളി ചേച്ചിയുടെ കയ്യിൽ നിന്ന് പലവ്യഞ്ജനവും സാധനങ്ങളും ഒക്കെ ഇരുന്ന് വാങ്ങി ഇനിയിപ്പോൾ ഒരു നേരത്തേക്കായി, ഇനി ഒരു നേരത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ അവനും അവളും കൂടി ഇവിടെ പട്ടിണി കിടക്കുമായിരിക്കും. പക്ഷേ കുഞ്ഞിന് എന്തുമാത്രം ചിലവാകുമെന്നോ, ഒരു കവർ പാലിനൊക്കെ എന്താവില്ല, ഇവിടെ നിർത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിജില ബഹളമാണ്. അന്നേരം അമ്മ പറയുന്നുണ്ട്, സത്യാമ്മ നമ്മളെ ആയ കാലത്ത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് അവരെങ്ങോട്ട് പോകാനാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അവർ ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോകട്ടെ, അല്ലെങ്കിൽ വിഷ്ണുവിനൊരു മാപ്പ് പറഞ്ഞാൽ തിരിച്ച് സത്യാമ്മയുടെ വീട്ടിലേക്ക് കയറാവുന്നതല്ലേ ഉള്ളൂ. ഇടയ്ക്ക് ശാലിനി അല്ലെങ്കിൽ പോയി ശാരദാമ്മയുടെ വീട്ടിൽ നിൽക്കട്ടെ എന്നൊക്കെ അങ്ങ് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശാലിനിക്ക് അങ്ങ് വിഷമവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. തുടർന്ന് കുഞ്ഞിന് ഒരുപാട് പൈസ ചിലവാകും, ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, അതിനി കഴിയുമ്പോൾ പാല് വേണം, കുറുക്ക് വേണം, ഓയിൽ വേണം എന്നൊക്കെ അങ്ങ് എണ്ണി കണക്ക് വിജില പറയുകയാണ്. തുടർന്ന് ഇനിയിപ്പോൾ ഞാൻ എന്ത് വേണമെന്നാടി എന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇറങ്ങിപ്പോകാൻ അവരോട് മുഖമടച്ചൊന്നും പറയണ്ട, വിഷ്ണുവിനോട് പറഞ്ഞാലും മനസ്സിലാവത്തൊന്നുമില്ല, ശാലിനിയോട് ചെറുതായിട്ട് നീരസം കാണിച്ചാൽ മതി, പെണ്ണുങ്ങൾക്ക് ആകുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാകും, അവരെങ്ങോട്ടെങ്കിലും പൊയ്ക്കോളും, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പലചരക്ക് കടൻ്റെയും റേഷൻ കടക്കാരൻ്റെയും പാലുകാരൻ്റെയും ഒക്കെ മുന്നിൽ നമ്മൾ വീണ്ടും അവരുടെ അഭിമാനത്തിന് വേണ്ടി താഴ്ന്നു നിൽക്കേണ്ടതെന്നൊക്കെ അങ്ങ് വിജില പറയുകയാണ്. തുടർന്ന് പക്ഷേ അമ്മയ്ക്കാണെങ്കിൽ സങ്കടം തോന്നുന്നുണ്ട് അവരോട് പോകാൻ പറയുന്നതിൽ. തുടർന്ന് ശാലിനിയാണെങ്കിൽ തിരികെ അകത്തേക്ക് പോയിട്ട് ബാഗുമായിട്ട് കുഞ്ഞിൻ്റെ അവർ കൊണ്ടുവന്ന ബാഗ് എടുത്തിട്ട് തിരിച്ച് വിജിലയെന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് വരികയാണ്. തുടർന്ന് ശാലിനിയെ കാണുമ്പോൾ വിജില അങ്ങ് വല്ലാതാവുകയാണ്, പറഞ്ഞതൊക്കെ കേട്ട് കാണുമോ എന്നുള്ള സംശയത്തിൽ. പക്ഷേ ശാലിനി കേട്ടതായിട്ടൊന്നും ഭാവിക്കുന്നില്ല. എന്നിട്ട് അങ്ങ് അമ്മയെന്നും പറഞ്ഞ് ചെല്ലുകയാണ്. അന്നേരം പോയ കാര്യം എന്തായി, മോള് എപ്പോഴാണ് ഉണർന്നതെന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവള് വഴക്കൊന്നും ഉണ്ടാക്കിയില്ലല്ലോ എന്നൊക്കെ ശാലിനി തിരക്കുകയാണ്. അന്നേരം ജാമ്യത്തിൽ വിട്ടില്ല, ഇനിയിപ്പോൾ കോടതിയിൽ നിന്ന് നോക്കാം എന്നൊക്കെ ശാലിനി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരവും വിജിലയുടെ ഭാഗം ഒരു ദേഷ്യം തന്നെയാണ് മുഖഭാവം. തുടർന്ന് മോള് ബാഗായിട്ട് എങ്ങോട്ടാണ് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പറയുകയാണ്. അന്നേരം എങ്ങോട്ടാ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് ഉമ്മറത്തേക്ക് വരികയാണ്. അന്നേരം അമ്മ വിജിലയോട് ചൂടാവുകയാണ്. എന്തുവാടി ഇതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാന്നും പറഞ്ഞുള്ള ഭാവത്തിൽ വിജില നിൽക്കുകയാണ്. ഇതേസമയം സഹദേവൻ്റെ കാര്യങ്ങളൊക്കെ കമലിനോട് പറയുമ്പോൾ കമലങ്ങ് കലികേറി ചാടി എഴുന്നേൽക്കുകയാണ്. അവൻ്റെ കൈയും കാലും തല്ലി ഒടിക്കണം, അവനെ വെച്ചേക്കരുത്, ആശാന് ഏട്ടത്തിയമ്മയെക്കുറിച്ച് ഓർത്ത് സങ്കടമുണ്ടെന്നറിയാം, പക്ഷേ ആശാൻ കളത്തിൽ ഇറങ്ങണ്ട, ഞങ്ങൾ നോക്കിക്കോളാമെന്നും പറഞ്ഞ് കമലൻ ചാടി ഇറങ്ങുകയാണ്. അന്നേരം വേണ്ടടോ, നിങ്ങൾക്ക് തരാനായിട്ട് എനിക്കൊന്നുമില്ല എന്നിങ്ങനെ വിഷ്ണു സങ്കടത്തോടെ പറയുകയാണ്. അന്നേരം അതൊക്കെ പ്രതീക്ഷിച്ചാണോ ഇന്നേ വരെ ഞങ്ങൾ നിന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശാലിനി ബാഗൊക്കെ ആയിട്ട് വരുന്നത്. അന്നേരം വിഷ്ണുട്ടാ നമുക്ക് ഇറങ്ങാം എന്നിങ്ങനെ പറയുകയാണ്. എങ്ങോട്ട് എന്നിങ്ങനെ വിഷ്ണു അന്തം വിട്ട് ചോദിക്കുകയാണ്. സത്യാമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ചോദ്യം ഞാൻ ചോദിച്ചില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് പോവാന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവിന് എന്തോ മനസ്സിലാകുന്നുണ്ട്. തുടർന്ന് വിഷ്ണു കമലിനോട് ഇറങ്ങട്ടെ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് അമ്മ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, അതെങ്കിലും ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി, അതെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറയുകയാണ്. അന്നേരം വേണ്ടമ്മേ, വിശപ്പില്ലാത്തത് കൊണ്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് വീണ്ടും ഇങ്ങനെ ആശാനെന്നും പറഞ്ഞ് കമലം വിളിക്കുകയാണ്. പക്ഷേ വിഷ്ണു നിൽക്കുന്നില്ല. ബാഗിങ് താന്നും പറഞ്ഞ് വിഷ്ണു ശാലിനിയുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങിക്കുകയാണ്. തുടർന്ന് നിങ്ങളിനി എങ്ങോട്ടാണെന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം എന്തായാലും എൻ്റെ വീട്ടിലേക്കല്ല, സത്യാമ്മയുടെ വീട്ടിലേക്കും അല്ല എന്ന് പറഞ്ഞിട്ട് വിജിലയെ നോക്കി പറയുകയാണ്. ദുരഭിമാനം കുറച്ച് ബാക്കി നിൽപ്പുണ്ടെന്ന്. അന്നേരം വിജിലയ്ക്ക് വല്ലാതെ തോന്നുന്നുണ്ട്. പക്ഷെ അവരങ്ങനെ പോകുന്ന കാണുമ്പോൾ വിജിലയ്ക്കും വിഷമം തോന്നുകയാണ്. തുടർന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ശാലിനിയും കൂടി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അത്രയും ആകുമ്പോഴേക്കും ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ വിഷ്ണു ശാലിനിയും എങ്ങോട്ടാണ് എന്നുള്ളതും ബാക്കി സുസ്മിതയുടെ കഥയും ഒക്കെയാണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.